ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ചെറ്റയെ പരമനാറിയെ മുൻകൂട്ടി മനസ്സിലാക്കിയ ഒരു BJP പ്രവർത്തകനുമുണ്ട് കേട്ടോ, ഗോപാലകൃഷ്ണൻ. അദ്ദേഹത്തിന്റെ വാക്കുകളൊന്ന് കേട്ടിട്ട് വരാം. ഞാൻ ഈ ചാനൽ ചർച്ചയിൽ ഇയാളെ കോഴി രാഹുൽ എന്ന് വിളിക്കുമ്പോൾ ഒറ്റ ദിവസം എൻ്റെ പാർട്ടിയിലെ ആൾക്കാരടക്കം എന്നോട് ചോദിച്ചു, വെറുതെ അങ്ങനെ പറയാൻ പാടില്ല. ഞാൻ പറഞ്ഞു, വെറുതെ അല്ല, ഒരു ദിവസം ഇതൊക്കെ വെളിയിൽ വരും. ആ കെ കരുണാകരൻ്റെ ഭാര്യ കല്യാണിക്കുട്ടിയമ്മ, ഒരു പാവ സ്ത്രീ, ആ സ്ത്രീയുടെ ചാരിത്രം ചോദ്യം ചെയ്തില്ലേ? അന്ന് ആരെങ്കിലും പറയരുത് എന്ന് കെ മുരളീധരൻ അന്ന് വിലക്കിയിരുന്നെങ്കിൽ, എൻ്റെ അമ്മയെക്കുറിച്ച് നീ പറഞ്ഞത് ശരിയല്ല, പക്വതയില്ലാത്ത വർത്തമാനം പറയരുത് എന്ന് കെ മുരളീധരൻ പറഞ്ഞിരുന്നെങ്കിൽ, VD സതീശൻ പറഞ്ഞിരുന്നെങ്കിൽ. ഇതിനൊക്കെ ഇടയിലും രമേശ് ചെന്നിത്തലയാണ് ഇവനെ പബ്ലിക്കായിട്ട് ഊക്കി വിട്ടത്. അത് ആ സീനോടൊന്ന് കണ്ടിട്ട് വരാം. ഇന്നും ഈ നാറിയെ സപ്പോർട്ട് ചെയ്യുന്ന കോൺഗ്രസ് പ്രവർത്തകരുണ്ട് കേട്ടോ, കോൺഗ്രസ് പ്രവർത്തകരുണ്ട്. ആരാധന പുരുഷനാണ് ഇവൻ പലരുടെയും. രാഷ്ട്രീയത്തിലും ഇവന്റെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു. 6-7 വർഷത്തിനുള്ളിൽ തന്നെ 2.5 കോടിയുടെ വീട് വെച്ച് പത്തനംതിട്ടക്കാർക്ക് മാതൃക കാട്ടിയ ഒരു രാഷ്ട്രീയ നേതാവാണ്. വയനാട് ചൂരൽമല ദുരന്തത്തിലെ ഫണ്ട് എവിടെ പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പത്തനംതിട്ട രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീടായിട്ട് മാറി എന്നുള്ളതാണ് കോൺഗ്രസ്സുകാർ തന്നെ അഭിപ്രായപ്പെടുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നെ പേടിക്കേണ്ടതായിട്ടൊന്നുമില്ല. 1.5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷമുള്ള കൂട്ടുകാരൻ ഷാഫി പറമ്പിൽ കൂടെയുള്ളപ്പോ എന്തിന് പേടിക്കാൻ? ദിവസം കഴിക്കാനുള്ള പൊതിച്ചോറ് മുൻകൂട്ടി കരുതി വെച്ചിട്ടുണ്ട്. സ്ത്രീ പീഡന പരാതികൾക്ക് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന് പുറത്തായപ്പോൾ DYFI സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ച വാക്കാണിത്. പൊതിച്ചോറിന് പിന്നിൽ അനാശാസ്യമാണെന്ന മാങ്കൂട്ടത്തിന്റെ മുൻ പരാമർശമാണ് DYFIയെ ഇങ്ങനെയൊരു മറുപടിക്ക് പ്രേരിപ്പിച്ചത്. ഇന്നും DYFI പൊതിച്ചോറുകൾ വിതരണം ചെയ്തു. രാഹുലിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ വാർത്ത അച്ചടിച്ച പത്രം. 1 അല്ല 9 അല്ല സ്ത്രീകൾ കെണിയിലായത്. 6 അല്ല 16 അല്ല 60 അല്ല സ്ത്രീകളുടെ പ്രായവ്യത്യാസം തന്നെ ഇവൻ പീഡിപ്പിച്ചു എന്നാണ് യുവതലമുറയെ പേടിഎമ്മിലൂടെയും ഗൂഗിൾ പേയിലൂടെയും ചാറ്റാം എന്ന് പഠിപ്പിച്ച ഒരു വിദഗ്ധൻ.